ഒരു ഐതിഹാസിക തിരിച്ചുവരവ്. സ്പെയിനിലെ കോപ്പ ഡെൽറേ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ കണ്ടവരൊക്കെയും ഒരു നിമിഷമെങ്കിലും ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് കരുതിയിരിക്കാം. പക്ഷേ സ്പാനിഷ് ഫുട്ബോൾ വമ്പന്മാരായ ബാർസലോണയ്ക്ക് ഒരു അവസാന ഗോൾ കൂടി കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ 13 വർഷത്തിന് ശേഷം അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് കോപ്പ ഡെൽറേയുടെ ഫൈനൽ കളിക്കാൻ ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 13, 2026 മാഡ്രിഡിലെ റിയാദ് എയർ മെട്രോപൊളിറ്റനോ സ്റ്റേഡിയം. എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നുമായിരുന്നു. കോപ്പ ഡെൽറേ സെമിയുടെ ആദ്യ ഭാഗം. 7-ാം മിനിറ്റിൽ ബാഴ്സലോണൻ താരം എറിക് ഗാർസിയയുടെ സെൽഫ് ഗോൾ. അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് ഒരു ഗോളിന് മുന്നിൽ. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു അതെന്ന് ബാഴ്സ ഫുട്ബോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മത്സരം ആദ്യ പകുതി പിന്നിട്ടു. അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ. അന്റോയിൻ ഗ്രീസ്മാനും അഡെമോല ലുക്മാനും ഹൂലിയൻ അൽവാരസും ഓരോ തവണ വല ചലിപ്പിച്ചു. സംഭവിച്ചതെന്തെന്നറിയാതെ ബാഴ്സലോണ മുഴുവനായി വിറച്ചുപോയ നിമിഷം. 2-ാം പകുതിയിലും വലിയ ദുരന്തമാണ് ബാഴ്സ ആരാധകർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ നിന്നും ഒരു തിരിച്ചുവരവിനാണ് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. 52-ാം മിനിറ്റിൽ പൗ കുബാർസി ബാഴ്സയ്ക്കായി വല ചലിപ്പിച്ചു. പക്ഷേ നിർഭാഗ്യം ഓഫ് സൈഡിന്റെ രൂപത്തിലെത്തി. റഫറി ഗോൾ നിഷേധിച്ചു. പിന്നീട് പലതവണ ശ്രമിച്ചെങ്കിലും മെട്രോപൊളിറ്റനോയിൽ വല കുലുക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞില്ല. 8-ാം മിനിറ്റിലെ സെൽഫ് ഗോളിന്റെ നിരാശയിൽ എറിക് ഗാർസി 85-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡും വാങ്ങി. എതിരില്ലാത്ത 4 ഗോളുകളുടെ സമ്മർദ്ദവുമായാണ് ബാഴ്സ സംഘം സ്വന്തം സ്റ്റേഡിയമായ ക്യാമ്പ് നൗവിലേക്ക് എത്തുന്നത്. 2-ാം പാദ സെമി ഫൈനലിന്റെ തുടക്കം മുതൽ കറ്റാലന്മാർ തിരിച്ചടിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. 29-ാം മിനിറ്റിൽ മാർക്ക് ബെർണലിന്റെ ആദ്യ ഗോൾ. ആദ്യ പകുതി തീരും മുമ്പ് റാഫിനെയും വലകുലുക്കി. 2-ാം പകുതി ആരംഭിച്ചു. 72-ാം മിനിറ്റിൽ മാർക്ക് ബെർണൽ വീണ്ടും വലകുലുക്കി. മത്സരം അവസാനിക്കാൻ 18 മിനിറ്റുകൾ മാത്രം ബാക്കിയായി. ബാഴ്സലോണയ്ക്ക് ഇനി വേണ്ടത് ഒരു സമനില ഗോൾ. മത്സരത്തിന്റെ 70% സമയത്തും ബാഴ്സ താരങ്ങളാണ് പന്ത് തട്ടിയത്. പക്ഷേ ക്യാമ്പ് നൗവിൽ ഒരു വലിയ ചരിത്രം എഴുതുവാൻ കറ്റാലന്മാർക്ക് കഴിഞ്ഞില്ല. അത്ലറ്റിക്കോ കൊടുങ്കാറ്റിനെ ഭയപ്പെടാതെ പൊരുതിയ ബാഴ്സലോണൻ വീര്യം വേറിട്ടു നിൽക്കും. അതാണ് മത്സരശേഷം ബാഴ്സ നായകൻ റാഫിന്യ പറഞ്ഞത്. ഈ ടീമിൽ എനിക്ക് അഭിമാനമുണ്ട്. ഫൈനലിൽ എത്താതിരുന്നത് നിരാശപ്പെടുത്തുന്നു. പക്ഷേ ബാഴ്സ നന്നായി കളിച്ചു. അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് മികച്ച ക്ലബ്ബാണ്. ആദ്യ പാദത്തിലെ ലീഡ് പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈ ദിവസത്തെ പോലെ ഇനിയും കളിച്ചാൽ ബാഴ്സലോണയ്ക്ക് ഇതൊരു മികച്ച സീസണാണ്, റാഫിന്യ പറഞ്ഞു നിർത്തി. ആവേശം നിറഞ്ഞ 2 പോരാട്ടങ്ങൾ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഫുട്ബോൾ ആരാധകർ.